ഹായ് ഓൾ, ഫസറ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. 2024 ജൂലൈ 9 നടന്ന ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസിൻ്റെ PSC എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് 685/2023. നിങ്ങൾക്കറിയാം, പ്രൊഫഷണൽ ആൻസർ കീയിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ആ കൺഫ്യൂഷനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് PSCയുടെ ഫൈനൽ ആൻസർ കീ വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻ ആൻസറുകൾ PSC ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ക്യാൻസലായി പോയതെന്നും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ എന്തൊക്കെയാണെന്നും നമുക്ക് പരിശോധിക്കാം. ഫസറയെ സംബന്ധിച്ചിടത്തോളം ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എക്സാം വളരെ സന്തോഷത്തോടു കൂടി കാണുകയാണ്. കാരണം ഫസറ ഫാഷൻ്റെ ആപ്പ് ഉപയോഗിച്ച് പഠിച്ച കുട്ടികൾക്ക് 60 മാർക്ക് നമ്മുടെ ആപ്പിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസാണ്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആയിരുന്നു ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസിൻ്റെ എക്സാം. നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുമുണ്ടാവും. ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ആപ്പിൽ നിന്നും ഡയറക്റ്റായി വന്നിരിക്കുന്നതെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ആപ്പിനകത്ത് ഉണ്ടായിരുന്ന ക്ലാസ്സുകൾ തന്നെയാണ് നമ്മുടെ ഇതിൽ എക്സ്പ്ലനേഷനായി കൊടുത്തിരിക്കുന്നത്. വിച്ച് എംബ്രോയ്ഡറി സ്റ്റിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഗാവന്തി? ഇത് നമ്മുടെ ക്ലാസ്സുകളിൽ ട്രഡീഷണൽ എംബ്രോയ്ഡറി എന്ന സെക്ഷനിൽ പഠിപ്പിച്ചതാണ്. ഗാവന്തി എന്ന് പറയുന്നത് ഏത് എംബ്രോയ്ഡറി സ്റ്റിച്ചിലാണ് ഉപയോഗിക്കുന്നത്? കസൂറ്റി, കഷീദ, കച്ച്, ഫുൽക്കാരി ഇവയെല്ലാം ട്രഡീഷണൽ എംബ്രോയ്ഡറി ആണ്. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് കസൂറ്റിയാണ്. ഇത് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിക്ചർ സഹിതം നോട്ട്സ് തന്നതാണ്. ഇതാണ് ഗാവന്തി സ്റ്റിച്ച്. ഗാവന്തി എന്ന് പറയുന്നത് ഇതാണ്. 4 സ്റ്റിച്ചസ് ആണ് കസൂറ്റിയിൽ ഉപയോഗിക്കുന്നത്: ഗാവന്തി, മുർഗി, നെഗി, മെന്തി. അപ്പോൾ ഇത് ഫസയുടെ ക്ലാസ് കണ്ട കുട്ടികൾ കൃത്യമായി മാർക്ക് വാങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് സ്റ്റേറ്റ് ഈസ് എ ഫേമസ് ഫോർ ഫുൽക്കാരി എംബ്രോയ്ഡറി? ഫുൽക്കാരി എംബ്രോയ്ഡറി ഏത് സ്റ്റേറ്റിലാണ്? ഇതും ട്രഡീഷണൽ എംബ്രോയ്ഡറി ആണ്. കേരള, പഞ്ചാബ്, ആസാം, ഒറീസ ഇങ്ങനെയാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ട്രഡീഷണൽ എംബ്രോയ്ഡറിയും ഓരോ സ്റ്റേറ്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നോട്ട്സിൽ തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബാണ് ആൻസർ വന്നിരിക്കുന്നത്. ട്രഡീഷണൽ എംബ്രോയ്ഡറി ഏതൊക്കെയാണെന്ന് നമ്മൾ 1 by 1 ആയി കൊടുത്തിട്ടുണ്ട്. അതിൽ ഫുൽക്കാരി എംബ്രോയ്ഡറി പഞ്ചാബിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് സ്റ്റിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഔട്ട്ലൈൻ ഡിസൈൻ സ്റ്റിച്ച്? ഔട്ട്ലൈൻ ഡിസൈൻ സ്റ്റിച്ചിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? റണ്ണിങ് സ്റ്റിച്ച്, സാറ്റിൻ സ്റ്റിച്ച്, ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയത്? നമുക്ക് നോക്കാം. ഔട്ട്ലൈൻ സ്റ്റിച്ചസ് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ചാണ്. ഓപ്ഷനിൽ 2 ആൻസർ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസലായി പോകും. അതുകൊണ്ട് തന്നെ ഔട്ട്ലൈൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചുമാണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയത്. ഓക്കെ, നെക്സ്റ്റ് വൺ: വിച്ച് ത്രെഡ് ആൻഡ് ഫാബ്രിക് ആർ യൂസ്ഡ് ഇൻ ദ ചിക്കൻകാരി വർക്ക്? ചിക്കൻകാരി വർക്കിന് ഉപയോഗിക്കുന്ന നൂലും തുണിയും ഏതാണ്? ഇതും ട്രഡീഷണൽ എംബ്രോയ്ഡറി എന്ന് വന്നതാണ്. അപ്പം ഹാൻഡ് സ്റ്റിച്ചസ് എന്നും ട്രഡീഷണൽ എംബ്രോയ്ഡറി എന്നുമാണ് ഒരുപാട് ക്വസ്റ്റ്യൻ. 35 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ സെഷനിൽ ഉണ്ടാവുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ നന്നായി പഠിച്ച കുട്ടികൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആൻസർ വൈറ്റ് ത്രെഡ് ആൻഡ് മസ്ലിൻ ഫാബ്രിക് എന്നാണ്.
ഇത് നമ്മുടെ ക്ലാസ്സുകളിലും കൂടാതെ എക്സാമിൻ്റെ 2 ദിവസം മുന്നേ നടന്ന ലൈവ് സെഷൻസിൽ എംബ്രോയ്ഡറിയുടെ റിവിഷൻ ടെസ്റ്റിൻ്റെ സമയത്ത് മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തിയിരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത്. വിച്ച് എംബ്രോയ്ഡറി യൂസ് വൈറ്റ് കളർ ത്രെഡ്? ഇതിൽ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഏത് എംബ്രോയ്ഡറിക്കാണ് വൈറ്റ് കളർ ത്രെഡ് ഉപയോഗിക്കുന്നത്? ചിക്കൻ കറി എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൻസറും സൊല്യൂഷൻസും ഒക്കെ നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട്. വിച്ച് ത്രെഡ് ഈസ് യൂസ്ഡ് ഫോർ ടെമ്പററി സ്റ്റിച്ച്? ടെമ്പററി സ്റ്റിച്ചിന് ഉപയോഗിക്കുന്ന ത്രെഡ് ഏതാണ്? സെയിം കളർ ത്രെഡ്, പേൾ ത്രെഡ്, സീയിങ് ത്രെഡ്, കോൺട്രാസ്റ്റ് കളർ ത്രെഡ്. ഇതും നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കോൺട്രാസ്റ്റ് കളർ ത്രെഡ് ആണ് ടെമ്പററി സ്റ്റിച്ചിന് ഉപയോഗിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിലെ നോട്ട്സിൻ്റെ ഭാഗം തന്നെ നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതാ? ഫോർ ബാസ്റ്റിംഗ് യൂസ് എ കോൺട്രാസ്റ്റിംഗ് കളർ ത്രെഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി സീൻ ആൻഡ് റിമൂവ്. ടെമ്പററി സ്റ്റിച്ചസ് നമ്മുടെ നോട്ട്സിൽ കൊടുത്ത വാക്കുകളാണ്. പഠിച്ച കുട്ടികൾക്ക് ഈ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. വിച്ച് സ്റ്റിച്ച് യൂസ്ഡ് ഫോർ കാന്ത എംബ്രോയ്ഡറി? കാന്ത എംബ്രോയ്ഡറിക്ക് ഉപയോഗിക്കുന്ന സ്റ്റിച്ച്, ഇതും ട്രഡീഷണൽ എംബ്രോയ്ഡറി വരുന്ന ഭാഗമാണ്. ബാക്ക് സ്റ്റിച്ച്, ഹെറിംഗ് ബോൺ സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ചും. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. ഇതും നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്ലാസ്സിലെ നോട്ട്സും താഴെ കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് ആൻഡ് ഡാണിങ് സ്റ്റിച്ചസ് ആർ മോസ്റ്റ്ലി യൂസ്ഡ്. കാന്താവർക്കിൻ്റെ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ ആയതുകൊണ്ടാണ് കാന്താവർക്കിൻ്റെ ഹെഡിങ് കാണാത്തത്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ ആപ്പുകളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന കുട്ടികളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ പഠിച്ചതാണോ, ഇതെല്ലാം മാർക്കും സ്കോർ ചെയ്യുക ഒന്നുകൂടെ പറയുക. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഈസ് യൂസ്ഡ് ഫോർ. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇത് ഞാൻ പല പ്രാവശ്യം നമ്മുടെ ലൈവ് സെഷനിലും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ നമ്മുടെ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് ഷാഡോ വർക്കിനാണോ, കാന്ത വർക്കിനാണോ, കശിത വർക്കിനാണോ, ഷെയ്ഡഡ് എംബ്രോയ്ഡറിക്കാണോ? ഇതിൻ്റെ ആൻസർ ഷെയ്ഡഡ് എംബ്രോയ്ഡറി. ലോങ് ആൻഡ് ഷോർട്ട് ഉപയോഗിക്കുന്നത് 2 കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്. ഷെയ്ഡഡ് എംബ്രോയ്ഡറി ആയിട്ട് കാണപ്പെടുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലോങ് ആൻഡ് ഷോർട്ടിൻ്റെ നോട്ട്സും നമ്മൾ നമ്മുടെ ആപ്പുകളിൽ കൊടുത്തിട്ടുണ്ട്. ലാർജ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ചെയ്യാൻ വേണ്ടിയാണ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. 2 തരം നിറങ്ങളിലൊക്കെ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, യൂസിങ് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഫോർ ജോയിനിങ് 2 ഫിനിഷ്ഡ് റോ എഡ്ജസ് ഡെക്കറേറ്റീവ്ലി ഈസ് നോൺ ആസ്. 2 ഫിനിഷ്ഡ് റോ എഡ്ജസ് ഡെക്കറേറ്റീവ്ലി ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നതിനെ എന്താണ് പറയുന്നതാണ്? സൈസിങ്, ഫഗോട്ടിങ്, താമ്പൂർ, മെഴ്സറൈസിങ്. ആൻസർ വന്നിരിക്കുന്നത് ഫഗോട്ടിങ് എന്നാണ്. ഫഗോട്ടിങ് എന്ന് പറഞ്ഞാൽ, ഫഗോട്ടിങ് is a method of joining 2 hemmed pieces of fabric together with decorative stitching and leaving a gap between the 2 pieces. ഫഗോട്ടിങ് എന്ന് പറഞ്ഞാൽ joining 2 hemmed pieces of fabric, ഡെക്കറേറ്റീവ് സ്റ്റിച്ചിങ്, ഹെറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റീവ് മാനുവലി കംപ്ലീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ 2 റോ എഡ്ജസിനെ ജോയിൻ ചെയ്യുന്നതിനെയാണ് ഫഗോട്ടിങ് എന്ന് പറയുന്നത്. ഇലോങ്ഡ് ചെയിൻ സ്റ്റിച്ച് യൂസ്ഡ് ടു വർക്ക് പെറ്റൽ ആൻഡ് സ്മോൾ ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ്. നീളമുള്ള ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് പെറ്റൽസ് അല്ലെങ്കിൽ സ്മോൾ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ലീവ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ്? ലേസി ഡേസി, ബുള്ളിയൻ, ഫ്രഞ്ച് നോട്ട്, ഫ്ലൈ സ്റ്റിച്ച്. ഇതും നമ്മുടെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലേസി ഡേസി സ്റ്റിച്ചാണ്. ദിസ് ഈസ് എ സ്റ്റിച്ച് യൂസ്ഡ് ടു സ്യൂ സ്മോൾ ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ്. ഇത് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. ഇറ്റ് ഈസ് എ വേരിയൻ്റ് ഓഫ് പൂക്കുലക്കാണി. നെക്സ്റ്റ്, ഓപ്പൺ ചെയിൻ സ്റ്റിച്ച് മെയ്ഡ് ഇൻ ദ ഷേപ്സ് ഓഫ് വി. ഓപ്പൺ ചെയിൻ സ്റ്റിച്ച് മെയ്ഡ് ഇൻ ദ ഷേപ്പ് ഓഫ് വി. ഓപ്പൺ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് വി ഷേപ്പിൽ ചെയ്യുന്ന സ്റ്റിച്ച് ഏതാണെന്നാണ് ചോദ്യം. ലേസി ഡേസി, ബുള്ളിയൻ, ഫ്രഞ്ച് നോട്ട്, ഫ്ലൈ സ്റ്റിച്ച്. ആൻസർ വന്നിരിക്കുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ്. ദ ഫ്ലൈ സ്റ്റിച്ച് ഈസ് ആൻ എംബ്രോയ്ഡറി ടെക്നിക് വിത്ത് എ ക്യാരക്ടറിസ്റ്റിക്സ് വി ഷേപ്പ് വിച്ച് ക്യാൻ ബി വർക്ക്ഡ് സിംഗുലർലി. അപ്പോൾ ഇതും നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി സെക്ഷനിൽ വരുന്നത് തന്നെയാണ്.
ടെക്നിക്സ് ഓഫ് അപ്ലൈയിങ് വൺ ഫാബ്രിക് ടു അനദർ ഇൻ എ ഡെക്കറേറ്റീവ് മാനർ. ഒരു ഫാബ്രിക്കിൻ്റെ മുകളിൽ മറ്റൊരു ഫാബ്രിക് ഡെക്കറേറ്റീവ് മാനറിൽ ഉപയോഗിക്കുന്നതിന് എന്താണ് പറയുന്നത്? നമ്മുടെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ മുഴുവനായി കേട്ട കുട്ടികൾക്ക് നല്ലൊരു മാർക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഫഗോട്ടിങ്, കൗച്ചിങ്, ആപ്ലിക് വർക്ക്, ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ആപ്ലിക് വർക്ക്. Applique work is the process of sewing a piece of fabric of suitable shape and color to the fabric at the desired position on the fabric. നമ്മുടെ ആപ്ലിക് വർക്കിൻ്റെ ക്ലാസ്സുകൾ കൊടുത്തിരിക്കുന്ന ക്ലാസ് നോട്ടുകളാണ് ഇത്. കുട്ടികളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിച്ച് സ്റ്റിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഐലറ്റ് ഹോൾ? ഐലറ്റ് ഹോളിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? ബുള്ളിയൻ നോട്ട്, ചെയിന്, ബട്ടൺ ഹോൾ, ഹെറിംഗ് ബോൺ. ബട്ടൺ ഹോൾ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നിരവധി PSC എക്സാമുകൾക്ക് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഇത് നമ്മുടെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദിസ് സ്റ്റിച്ച് ഈസ് യൂസ്ഡ് ടു സ്യൂ This stitch is used to stitch a kind of small flowers in embroidery. Also, this stitch is used for buttonholes that are used to attach rings to the bottom. Buttonhole stitch ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. Which stitch is invisible stitch? ഏത് സ്റ്റിച്ചാണ് താഴെ കൊടുത്തിരിക്കുന്നത്? ഇൻവിസിബിൾ സ്റ്റിച്ച്. ക്രോസ് സ്റ്റിച്ച്, സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്. സ്ലിപ്പ് സ്റ്റിച്ചാണ് ആൻസർ വരുന്നത്. The slip stitch is a great choice of anywhere you need an invisible stitch. For example, hemming, garment finishing, bias binding, enclosing. അതായത് ഇൻവിസിബിൾ, നേരിയ രീതിയിൽ കാണപ്പെടുന്ന സ്റ്റിച്ചുകളെയാണ്, അല്ലെങ്കിൽ നേരെ കാണാൻ പറ്റാത്ത സ്റ്റിച്ചുകളെയാണ് ഇൻവിസിബിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഹെമ്മിങ് രീതിയിൽ ചെയ്യുന്ന സ്റ്റിച്ചുകളാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഒന്നിടവിട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റിച്ചുകളാണിത്. ഹെം ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. വിച്ച് സ്റ്റിച്ച് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മെഷീൻ സ്റ്റിച്ച്? നിരവധി PSC എക്സാമുകൾക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. മെഷീൻ സ്റ്റിച്ചിന് പകരമായി ഉപയോഗിക്കുന്ന ഹാൻഡ് സ്റ്റിച്ചസ് ആണ് സാറ്റിൻ സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച്, സ്ലിപ്പ് സ്റ്റിച്ച്. ആൻസർ വന്നിരിക്കുന്നത് ബാക്ക് സ്റ്റിച്ച്. ഇത് നമ്മുടെ മോക്ക് ടെസ്റ്റിൽ, നമ്മുടെ റിവിഷൻ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ. നെയിം ദ പെർമനൻറ്റ് ഹാൻഡ് സ്റ്റിച്ച് വിച്ച് ക്യാൻ ഓൾസോ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ മെഷീൻ സ്റ്റിച്ചിങ്. ബാക്ക് സ്റ്റിച്ച്. വിച്ച് ത്രെഡ് ഈസ് യൂസ്ഡ് ഫോർ ചൈനീസ് എംബ്രോയ്ഡറി? ചൈനീസ് എംബ്രോയ്ഡറിക്ക് ഉപയോഗിക്കുന്ന ത്രെഡ് ഏതാണ്? ലിനൻ, കോട്ടൺ, സിൽക്ക്, വൂള്. സിൽക്കാണ് ചൈനീസ് എംബ്രോയ്ഡറിക്ക് ഉപയോഗിക്കുന്ന ത്രെഡ്. Chinese embroidery is traditionally done on silk fabric using silk thread. സിൽക്ക് ഫാബ്രിക്കിൽ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ചൈനീസ് എംബ്രോയ്ഡറി എന്ന് പറയുന്നത്. ദ സ്റ്റിച്ചസ് ക്യാൻ ബി ഇൻക്രെഡിബിൾ കോംപ്ലക്സ് ആൻഡ് സ്കിൽഡ് ആർട്ടിസൻസ് സ്പെൻഡ് ഇയേഴ്സ് മാസ്റ്ററിങ് ദ വേരിയസ് ടെക്നിക്സ്. അപ്പം ചൈനീസ് എംബ്രോയ്ഡറിക്ക് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് സിൽക്ക് തുണിയിൽ ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂസസ് ഓഫ് ത്രെഡ് കട്ടർ? ത്രെഡ് കട്ടറിൻ്റെ ഉപയോഗം എന്താണ്? ഇത് നമ്മൾ ടൈലറിംഗ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ടെക്നിക്കൽ ടേംസിൽ പറഞ്ഞിട്ടുണ്ട്. ട്രിമ്മിങ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ത്രെഡ് കട്ടർ ഉപയോഗം എന്തിനാണെന്ന് ചോദിച്ചാൽ ആൻസർ ട്രിമ്മിങ്ങിനാണ്. നൂലുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ട്രിമ്മിങ് ഉപയോഗിക്കുന്നത്. Thread clipper. It is a small spring cutting tool. It is used to cut threads. It is not used for cutting fabric. ഇത് ഫാബ്രിക് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല, നൂലുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ത്രെഡ് ക്ലിപ്പർ അല്ലെങ്കിൽ ത്രെഡ് കട്ടർ ഉപയോഗിക്കുന്നത്. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ഡ്രോ റൈറ്റ് ആംഗിൾ? റൈറ്റ് ആംഗിൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ. ഇതും ടൈലറിംഗ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്ന ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. പെൻസിൽ, ടൈലർ സ്ക്വയർ, ഡ്രസ് മേക്കേഴ്സ് ഗേജ്, ഫ്രഞ്ച് കർവ്. ഇതിൻ്റെ ആൻസർ ടൈലർ സ്ക്വയർ. നമ്മുടെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ടൈലർ സ്ക്വയറിന് റൈറ്റ് ആംഗിൾ എന്നും പറയുന്നുണ്ട്, റൈറ്റ് ആംഗിൾ സ്കെയിൽ എന്നും പറയുന്നുണ്ട്. എൽ സ്ക്വയർ, ടൈലർ സ്ക്വയർ എന്നൊക്കെ റൈറ്റ് ആംഗിൾ സ്കെയിലിനെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് എൽ സ്ക്വയർ ബിക്കോസ് ഇറ്റ് ഈസ് മോഡൽഡ് ആഫ്റ്റർ ദ ഇംഗ്ലീഷ് ലെറ്റർ എൽ. It is made of wood. It is constructed so that the angle between its sides
ഈസ് 90 ഡിഗ്രി. 90 ഡിഗ്രിയിൽ ചെയ്യുന്നതാണിത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദ ലോങ്ങർ സൈഡ് വിൽ ബി 24 ഇഞ്ചസ്. അതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതേ രീതിയിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. വൺ സൈഡ് 24 ഇഞ്ചസും അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്ററും അതിൽ ഇഞ്ചസും സെൻറ്റിമീറ്ററും ഒക്കെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വിച്ച് ടൂൾ ഈസ് ഹെൽപ്പ് ഡ്രോ നെക്ക് ആൻഡ് ആം ഹോൾ ഷേപ്സ്. ആം ഹോളിൻ്റെയും നെക്കിൻ്റെയും ഷേപ്പുകൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ഏതാണ് ചോദ്യം. ഫ്രഞ്ച് കർവ്, ടൈലർ സ്ക്വയർ, കർവ് സ്കെയില്, ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഫ്രഞ്ച് കർവാണ്. ഇതും നമ്മുടെ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആം ഹോൾ ആൻഡ് നെക്സ് ഓഫ് ഗാർമെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ഡ്രോ ദ കറക്റ്റ് ഷേപ്പ്. ഫ്രഞ്ച് കർവ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മുടെ നോട്ട്സിലും ക്ലാസ്സുകളിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എ പ്രൊട്ടക്റ്റീവ് കവർ യൂസ്ഡ് ഫോർ പോയിൻറ്റഡ് ഫിംഗർ വൈൽ യൂസിങ് ടു സ്റ്റിച്ച് ഹാൻഡ് സ്റ്റിച്ച്. ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിഗറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് ടൂൾസാണ്? തിമ്പിൾ, ഫിംഗർ ഷീൽഡ്, സ്റ്റില്ലെറ്റോ, ഫിംഗർ ക്യാപ്പ്. തിമ്പിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്റ്റില്ലെറ്റോ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫിംഗർ ക്യാപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫിംഗർ ഷീൽഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതൊക്കെ നമ്മുടെ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ക്ലാസ്സിൽ എല്ലാവർക്കും കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് എഴുതാൻ സാധിക്കും. ഫിംഗർ ഷീൽഡാണ് ആൻസർ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ക്ലാസ്സുകളിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇറ്റ് വിൽ ബി ലോങ്ങർ ദാൻ തിമ്പിൾ. ഇറ്റ് ഈസ് എ ഡിവൈസ് വോൺ ഓൺ ദ ഫസ്റ്റ് ഫിംഗർ ഓർ ഇൻഡെക്സ് ഫിംഗർ ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റിക്കിംഗ് വൈൽ സീയിങ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അത് ഹാൻഡ് സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ പ്ലേസിംഗ് പൊസിഷനിങ് മാർക്സ് ഓൺ കട്ടിംഗ് പാറ്റേൺ, ബാലൻസ് മാർക്ക് ആൻഡ് സീം അലവൻസ്. പാറ്റേണിൽ നിന്ന് പേപ്പർ പാറ്റേണിലെ മാർക്സ് അല്ലെങ്കിൽ സീം അലവൻസ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏത് ടൂൾസാണ്? ത്രെഡ് കട്ടറാണോ, സ്നിപ്പേഴ്സാണോ, പിങ്കിങ് സിസേഴ്സ് ആണോ, നോച്ചറാണോ? ഇതും നമ്മുടെ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നോച്ചർ എന്നാണ് ആൻസർ വരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു മാർക്ക് സീം അലവൻസ് ഫ്രണ്ട് പാർട്ട് ടു ബാക്ക് പാർട്ട്, ഡാർട്ട് ആൻഡ് ടക്ക് അറ്റ് ദ സെയിം എമൗണ്ട് ആൻഡ് പൊസിഷൻ ഓൺ ദ ബോത്ത് സൈഡ് ഓഫ് ദ പാറ്റേൺ. പാറ്റേണിൻ്റെ രണ്ട് സൈഡിലും മാർക്ക് വരാൻ വേണ്ടി നോച്ചർ ഉപയോഗിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഫസറ ഫാഷൻ്റെ ആപ്പിൽ ക്ലാസ്സുകൾ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഫസറ ഫാഷൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ PSC സീയിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നു വരുന്നുണ്ട്. 10 വർഷത്തോളം ഫാഷൻ ഡിസൈനിങ് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഫസറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്. ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി FDGT കോഴ്സ് നടത്തുന്ന സെൻറ്ററാണ്. അതുകൊണ്ട് തന്നെ സീയിങ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാം ആവട്ടെ, കേഡറ്റ് എക്സാം ആവട്ടെ, ഇങ്ങനെയുള്ള നിരവധി എക്സാമുകൾക്ക് കോച്ചിങ് കൊടുക്കുകയും നിരവധി കുട്ടികൾക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കൊടുക്കാനും ഫസറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും PSC എക്സാം, ഇതുപോലെ കേഡറ്റ് എക്സാം, പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ എന്നിവയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഫസേറ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ ഫസേറയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. താങ്ക് യു.